ഹായ്. എല്ലാവരുടെയും സ്വപ്നമാണ് നല്ലൊരു വീട് പണിയുക എന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരാണെങ്കിൽ വീട് പണി ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന വരില്ല. എന്നെപ്പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ പണി എടുത്തിട്ട് ഇപ്പോൾ ഒരു വീട് പണിതിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതിനുശേഷം രണ്ടാം ഘട്ടം പണിയായിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത്. നമ്മൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട് വെച്ചപ്പോൾ നമ്മൾ തൽക്കാലം ഒരു വീട് വെച്ച് അതിലോട്ട് താമസം മാറി. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം വൃത്തിയാക്കുക എന്നുള്ളതാണ്. ചുറ്റും മതിൽ കെട്ടുക, ഇൻ്റർലോക്ക് ചെയ്യുക, അതൊക്കെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റം ഇപ്പം എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം, ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈഡിൽ ഇതാ മതിൽ കെട്ടി പൂർത്തിയായിട്ടില്ല, ഇനി ഗേറ്റ് വെക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ മതിൽ കെട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും ചെയ്ത് വഴിയെ വഴിയെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കൂടുതൽ സാമ്പത്തിക അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഒറ്റയടിക്ക് പണിയെടുത്ത് പൂർത്തിയാക്കും. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് പണികൾ തീർക്കുന്നത്. അപ്പം ഇൻ്റർലോക്കൊക്കെ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുറ്റം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത് വെച്ചാൽ മതിൽ കെട്ടി ഫ്രണ്ടിൽ. കാരണം ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് മതിലിൻ്റെ പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിമൻറ്റ് കൂട്ടുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ മുകളിലിട്ട് സിമൻറ്റ് കൂട്ടൽ നടക്കില്ല. അതുപോലെ തന്നെ കെട്ടുമ്പം അതിൻ്റെ സിമൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇൻ്റർലോക്കിലോട്ട് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പം നമുക്ക് കെട്ടാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ സിമൻറ്റ് കൂട്ടാനൊക്കെ സൗകര്യമുണ്ട്. അതിനുശേഷം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യായിരിക്കും നല്ലത്. നമ്മുടെ മതിലിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ 4 കട്ട 5 കട്ട ഉയരത്തിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഒരു സൈഡിൽ 4 കട്ടയും ഒരു സൈഡിൽ 5 കട്ടയാണ്. അത് നമ്മൾ ഈ രൂപത്തിൽ. ഇനി നമ്മൾ ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ചേട്ടനാണ് ചെയ്തത്, ബൈജു ഏട്ടൻ എന്ന് പറയും. മൂപ്പരാണ് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി തന്നത് കേട്ടോ, നമ്മുടെ പരിചയക്കാരാണ്. അതേപോലെ തന്നെ നമ്മൾ ഗേറ്റിന് എത്ര അകലം വേണം, നമ്മുടെ സൈഡിൽ കൂടെയുള്ള റോഡിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഗേറ്റിനുള്ള സ്ഥലം വിടാൻ. കാരണം നമ്മുടെ വീട്ടിലോട്ട് ഏത് വാഹനമാണ് ആവശ്യം എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഗേറ്റിൻ്റെ സ്ഥലം വിടാൻ. അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർലോക്കിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ സ്ഥിതി. ഇവിടെയാണ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്ര ഉയരത്തിൽ വേണം, ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഹൈറ്റിൽ കിട്ടണം എന്നൊക്കെ ഇവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹൈറ്റിനനുസരിച്ചാണ് ഇവർ വാട്ടർ ലെവൽ ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർലോക്ക് ചെയ്താണ്ടോ ഈ ലെവലിലാണ് നമ്മളിനി ഇൻ്റർലോക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത്. അവർ ഈ ഒരു ലെവലിൽ വാട്ടർ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മെറ്റലൊക്കെ ഇട്ട്, അതായത് ചെറിയ ചില്ലികൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇൻ്റർലോക്ക് ചെയ്യുക. നമ്മുടെ ഇൻ്റർലോക്ക് ചെയ്യുന്നത് നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ആരോമ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, അവരാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിങ് ചാർജൊക്കെ ഒരുപാട് ലാഭമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിചയക്കാരുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഇൻ്റർലോക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ അറക്കൂലെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ റേറ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കി, നമുക്ക് ഓക്കെ ആയതുകൊണ്ടാണ് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് 1-2 പാർട്ടികളുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതാണ്. എന്നിട്ട് പലരും പല റേറ്റിലായിരിക്കും ഇൻ്റർലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നു എളുപ്പമെന്ന് ചോദിച്ചാൽ ഇവരെല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ നേരെ മുന്നിലായതുകൊണ്ട് നമുക്ക് ഏത് തരം ഇൻ്റർലോക്ക്, ഏത് കളർ വേണം എന്നൊക്കെ അവർ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായം ചോദിച്ച് നമ്മൾ പോയി സെലക്ട് ചെയ്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോളിഷും ചെയ്തു തന്നു. അത് വലിയൊരു ഉപകാരമായിട്ടോ. അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഇൻ്റർലോക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവർ അതിലെന്തെല്ലാം ചെയ്തു തരും, നമ്മൾ അതിലെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ. 1-2 ടീമിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം, എത്ര വേണേലും ബന്ധപ്പെടാം. അവർ ട്രാൻസ്പോർട്ടിങ് ചാർജും അതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വിലകൾ മാറാം. അതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ ഏത് തരം വേണം അതിൻ്റെ ഡിസൈൻ അനുസരിച്ചൊക്കെ ഇതിൻ്റെ വിലകൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് 1-2-3 സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഏറ്റവും യോജിച്ചത് വേണം ചെയ്യേണ്ടത്. പിന്നൊരു കാര്യം, ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തേക്ക് എത്ര ഹൈറ്റ് വരും, അല്ലെങ്കിൽ ഹൈറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ സംബന്ധിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് നമ്മുടെ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ ചെയ്തു. പക്ഷേ റോട്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റ് കൂടി, ഒരു 1.25 അടിയോളം കൂടിയിട്ടുണ്ട്.
നമുക്ക് പ്രശ്നമില്ല. കാരണം ഈ റോഡ് ഒരു കാലത്ത് ഹൈറ്റ് വെക്കുമ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് വരും, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ റോട്ടിൽ നിന്നുള്ള ഹൈറ്റ് വരുന്നത്. ഇത് ഏകദേശം ഒരു 1.25 അടി ഉണ്ട്. അത്രയും ഉയരത്തിലോട്ടാണ് നമ്മൾ ഇത് ചെയ്തപ്പോൾ വന്നത്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷേ അത്രയും വന്നു. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, റോഡ് കുറച്ച് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. ഇപ്പോഴും വണ്ടി കയറുന്നതിനൊന്നും ഒരു തടസ്സങ്ങളും ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത അതേ ഹൈറ്റ് തന്നെയാണ് ഇവർ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ആ ഒരു ഹൈറ്റാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണമെന്നും നമുക്കവിടെ ചെറിയൊരു ഗാർഡന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലുതാ ഇവിടെ ഭംഗിയായിട്ട് വിട്ടു തന്നിട്ടുണ്ട്. നോക്കിയറിയാം, ഇത് നമ്മൾ ചെറിയൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാനായിട്ടൊക്കെ ചെയ്തതാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ അവർ നമുക്ക് ചെയ്തു തരികയും ചെയ്തു. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് നമ്മൾ അറിയിക്കണം. ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അന്ന് നമ്മൾ നനയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വന്ന് അവർ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് കാണുന്നത്. ഇളകിയതും അത് ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കത് പോളിഷ് ചെയ്തു തന്നു. പോളിഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഇതാണ് സ്ഥിതി. പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നമുക്കിതിന് 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിന് നമുക്ക് ഏകദേശം 50,000 രൂപയുടെ ചോടയാണ് വന്നത്. ഇനി നമ്മൾ ഈ ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ മണ്ണിട്ട് ഇതേ ഉയരത്തിലാക്കിയിട്ട് കുറച്ച് ചെടികളോ പച്ചക്കറികളൊക്കെ നടാനുള്ള പ്ലാനിങ്ങും ഉണ്ട്. അത് അടുത്ത ഘട്ടമാണ്. നമ്മൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പയ്യെ പയ്യെ എങ്ങനെ ചെയ്യുന്നത്. പൈസ ഉള്ളവർക്ക് ഒന്നിച്ച് ചെയ്യാം. ഈ ഡിസൈനൊക്കെ നമുക്ക് നേരത്തെ അവർ അയച്ചു തന്നിരുന്നു, എങ്ങനത്തെ വേണമെന്ന്. ഞങ്ങൾ തന്നെ അത് ചെന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്, ഏത് കളർ വേണമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ഇങ്ങനത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാനേ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കണ്ടോ, മതിലിന് ഞാൻ തന്നെയാണ് ആദ്യം വൈറ്റ് സിമൻറ്റ് അടിച്ചു, അതിനുശേഷം പ്രൈമറും അടിച്ചു. ഇതിനായിട്ട് ഞാൻ പണിക്കാരെയൊന്നും കൂട്ടിയിട്ടില്ല. ഓരോ സൺഡേയിലായിട്ട് നമ്മൾ ചെയ്ത്. എങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ചെടി നട്ട് വരുന്നുണ്ട്. കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നതാണ്, ഇനിയും കുറച്ച് ചെടികളൊക്കെ വാങ്ങി നടണം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുറ്റത്തിൻ്റെ അവസ്ഥകൾ. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ വീട് പണി എങ്ങനെയാണ് ചെയ്തതെന്നും അതിന് ചിലവായ കാര്യങ്ങളും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വൈദ്യുതി ലാഭിക്കാം അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ഇൻ്റർലോക്ക് ഇടുമ്പോഴും മതിൽ കെട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ നമ്മുടെ വീട് ഇത്രയൊക്കെ ആയി. ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. അതെല്ലാം പയ്യെ പയ്യെ നടത്തണം. അതുപോലെ തന്നെ സൈഡിൽ മണ്ണൊക്കെ ഇട്ട് ചെറിയൊരു പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടമൊക്കെ പിടിപ്പിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. ഒക്കെ ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.